NCPയിലെ മന്ത്രിമാറ്റ ചർച്ചാ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ദേശീയ സംസ്ഥാന അധ്യക്ഷന്മാരാണെന്ന് കുട്ടനാട് MLA തോമസ് കെ തോമസ്. പാർട്ടി നൽകുന്ന ഏതു ഉത്തരവാദിത്വവും താൻ ഏറ്റെടുക്കുമെന്നും MLA മാധ്യമങ്ങളോട് പറഞ്ഞു. താനിപ്പോൾ പാർട്ടിയുമായി സഹകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നും വലിയ ആഗ്രഹങ്ങളൊന്നും ഇപ്പോൾ മനസ്സിലില്ലെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. നെടുമുടിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു MLA. പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇത് ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതും പല രീതിയിൽ സംവാദങ്ങൾ നടന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പാർട്ടിയുമായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പാർട്ടി എന്ത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും അത് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള വലിയ ആഗ്രഹങ്ങളൊന്നും ഇപ്പോൾ മനസ്സിലില്ല. ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല. ഇത് ദേശീയ പ്രസിഡന്റ് ശരത് പവാർജിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിനകത്ത് തീരുമാനമെടുക്കുന്നത്. അവരെന്ത് തീരുമാനമെടുത്ത് തന്നെ അറിയിച്ചാലും അത് ഉൾക്കൊള്ളാനും അത് ചെയ്യുവാനും ഞാൻ തയ്യാറാണ്. മന്ത്രിസ്ഥാനം വീതം വയ്ക്കണമെന്ന വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അതൊരു വാദമല്ലല്ലോ, ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ പാർട്ടിയുടെ തീരുമാനം. ഇത് വാദമോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമൊന്നുമല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ നേരത്തെയുള്ള തീരുമാനമാണ് ഞാൻ നേരത്തെ എല്ലാം പത്രസമ്മേളനത്തിനും അല്ലാതെ സംസാരിച്ചിരുന്നത്. ഇപ്പോഴത്തെ എൻ്റെ നിലപാടെന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പാർട്ടി അധ്യക്ഷൻ്റെ നിർദ്ദേശാനുസരണം ദേശീയ പ്രസിഡന്റ് നിർദ്ദേശാനുസരണം പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതായ ഒരു രീതിയിലുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. NCPയുടെ മന്ത്രിയായ AK ശശീന്ദ്രനെ മാറ്റി കുട്ടനാട് MLA തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുമെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. NCP ദേശീയ നിർവാഹക സമിതി അംഗമായിരുന്ന റജി ചെറിയാനും അനുയായികളും കേരള കോൺഗ്രസിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലായിരുന്നു ലയന സമ്മേളനം. ലയന സമ്മേളനം കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് PJ ജോസഫിൽ നിന്ന് റജി ചെറിയാൻ അംഗത്വം സ്വീകരിച്ചു. ഈ മേഖലയിൽ കേരള കോൺഗ്രസ് പാർട്ടി ശക്തിപ്പെടുത്തുവാൻ ശ്രീ റജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ വരുന്ന നമ്മുടെ NCPയുടെ ധീരരായ പ്രവർത്തനങ്ങൾ കഴിയുന്നതിൽ യാതൊരു സംശയമില്ല. അതിനായി ഞാൻ ശ്രീ റജി ചെറിയാനെയും സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ശ്രീ റജി ചെറിയാനെ കേരള കോൺഗ്രസ് പാർട്ടി. സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം അധ്യക്ഷനായിരുന്നു. മോൻസ് ജോസഫ് MLA, PC തോമസ്, TU കുരുവിള, ജോസ് എബ്രഹാം, തോമസ് ഉണ്ണിയാടൻ, അബു ജോൺ ജോസഫ്, രാജൻ കണ്ണാട്ട്, തോമസ് M മാത്തുണ്ണി, ബീന റസാഖ് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള MLSP അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം കഴിഞ്ഞ ദിവസം ചേർന്നു. ആറാട്ടുവഴി സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ ചേർന്ന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ നഴ്സിംഗ് സ്റ്റാഫുകൾ അവരൊക്കെ ഒരു വിപുലമായ മേഖലയുണ്ട്. ആ സംഘടനയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തണം. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ജോലിയല്ലാതെ വേറെ ജോലി നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടെന്ന് പറയുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ ജോലിക്ക് നിശ്ചയിച്ച ആളെ വെക്കാൻ താല്പര്യമില്ല. എത്ര വേക്കൻസികളാണ് നമ്മുടെ അടുത്ത് നമ്മുടെ സഹോദരിമാർക്കെന്ന് പറയാനുള്ള എത്ര വേക്കൻസികളാണ് ഒഴിഞ്ഞെടുക്കുന്നത്. നഴ്സിംഗ് മേഖലയിൽ എത്ര വേക്കൻസികളാണ് ഒഴിഞ്ഞെടുക്കുന്നത്. GNM എത്ര വേക്കൻസികളാണ് ഒഴിഞ്ഞെടുക്കുന്നത്. അപ്പൊ അവിടെ ജോലി ചെയ്യാൻ ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും നേരത്തെ എന്നോട് പറയായിരുന്നു ക്ലീനിങ് ജോലിക്ക് പോലും ചിലപ്പോൾ ആളുകളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ആശുപത്രി ക്ലീൻ ചെയ്യുന്നത് ഒരു രോഗിയുടെ ആവശ്യത്തിനാണെങ്കിൽ. ഉദ്ഘാടന യോഗത്തിൽ സംഘടന ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മിഷാര ഉദയ് അധ്യക്ഷയായിരുന്നു. BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി M അജിത് വിഷയാവതരണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് ലക്ഷ്മി, വൈസ് പ്രസിഡന്റ് CK അഖില, KGNU ജില്ലാ പ്രസിഡന്റ് ജോസ്മി ജോർജ്, സംഘടനാ ജില്ലാ ജനറൽ സെക്രട്ടറി KB ദീപിക തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം കർമ്മനിരതരായി പ്രവർത്തിക്കുവാനായി ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് MLSP അഥവാ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ. 2024 സ്ഥാപിതമായ സംഘടനയുടെ ആദ്യ ആലപ്പുഴ ജില്ലാ സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിൽ കുട്ടികൾക്ക് ശുദ്ധജല പദ്ധതിയുമായി വിദേശ മലയാളി.
PP വർഗീസ് പുല്ലുകാട്ടിന്റെ സ്മരണാർത്ഥം മകനും വിദേശ മലയാളിയുമായ ബിഫി വർഗീസ് സ്പോൺസർ ചെയ്യുന്ന ശുദ്ധജല പദ്ധതിക്കാണ് സ്കൂളിൽ തുടക്കമായത്. സെന്റ് ജോസഫ് LP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ജലം ശുദ്ധീകരിച്ച് ചൂടും തണുപ്പും ശരിയായ അളവിൽ ക്രമീകരിച്ച് പ്രവർത്തിക്കുന്ന അത്യാധുനിക വാട്ടർ ഡിസ്പെൻസറുകൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA നിർവഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ ലില്ലി തെരേസ് CMC അധ്യക്ഷയായിരുന്നു. നഗരസഭ ആക്ടിംഗ് ചെയർമാൻ മാത്യൂസ് ജോർജ്, മുൻ ചെയർപേഴ്സൺ ബീന ജോബി, ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ധന്യ തെരേസ് CMC, സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ, LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജ്യോതി CMC, സ്പോൺസർ ബിഫി വർഗീസ് പുല്ലുകാട്ട് എന്നിവർ സംസാരിച്ചു. വിദേശ നാടുകളിലെ പോലെ നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലും ശുദ്ധജലം ഉറപ്പാക്കി സാംക്രമിക രോഗങ്ങളിൽ നിന്നും കുട്ടികളെ കൂടുതൽ സുരക്ഷിതരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ബിഫി വർഗീസ് അറിയിച്ചു. ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്ന് പോലീസ്. അമ്മയുടെ ആൺ സുഹൃത്ത് കുഞ്ഞിന്റെ മൂക്കും വായും പൊത്തിപ്പിടിച്ചാണ് കൊല നടത്തിയത്. പ്രസവം ഭർത്താവിന്റെ അറിവോടെയായിരുന്നുവെന്നും ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ പറഞ്ഞു. ചേർത്തല പള്ളിപ്പുറം പഞ്ചായത്ത് 17-ാം വാർഡ് കായ്പുറത്ത് വീട്ടിൽ ആശ പ്രസവിച്ച കുഞ്ഞിനെയാണ് സുഹൃത്ത് രതീഷ് കൊലപ്പെടുത്തിയത്. ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രസവം. രതീഷാണ് ആശുപത്രിയിൽ സഹായിയായി ഒപ്പമുണ്ടായിരുന്നത്. മറ്റൊരു ബന്ധുവും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. പ്രസവം സംബന്ധിച്ച് ആശയുടെ ഭർത്താവിന് അറിവുണ്ടായിരുന്നു. കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരരുതെന്ന ഉപാധി വെച്ചാണ് പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് അയച്ചത്. പ്രസവിച്ച് 5-ാം ദിവസമാണ് കുഞ്ഞിനെ ബിഗ് ഷോപ്പറിലാക്കി രതീഷിന് കൈമാറിയത്. കുഞ്ഞിനെ രതീഷ് വീട്ടിൽ എത്തിച്ച ശേഷം വായും മൂക്കും പൊത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി PM മോഹനചന്ദ്രൻ പറഞ്ഞു. ഹസ്ബൻഡ് അറിയുന്നുണ്ട്, പക്ഷെ ഹസ്ബൻഡ് ഒരു കണ്ടീഷൻ വെച്ചിരുന്നു, ആ കൊച്ചുമായിട്ട് വീട്ടിൽ വരാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ടാണ് മറ്റേ ഹോസ്പിറ്റലിൽ KM ഹോസ്പിറ്റലിൽ വെച്ച് ആണ് ഡെലിവറി നടക്കുന്നത്. ഡെലിവറി നടന്ന് 5th ഡേ ആണ്. അവിടെ ഡിസ്ചാർജ് ആയതിനു ശേഷമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത രതീഷിനെ അവിടെ വിളിച്ചു വരുത്തി കൊച്ചിനെ ഏൽപ്പിക്കും. അപ്പോൾ രതീഷ് ആക്ച്വലി ഫസ്റ്റ് ഒരു കൺഫ്യൂഷനിലായിരുന്നു, എന്താണ് ചെയ്യേണ്ടത്, കൊച്ചിനെ വെച്ച് എന്ത് ചെയ്യാമെന്നുള്ളൊരു പ്രശ്നമില്ല. പിന്നീടാണ് ഇതൊരു എലിമിനേഷൻ അല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത്. പിന്നെ കൊച്ചിനെ ഏൽപ്പിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് എന്താ വേണ്ട ചെയ്തോ എന്നുള്ള ഒരു പ്രശ്നം ഉള്ളതായിട്ടാണ് രതീഷ് മനസ്സിലായത്. അങ്ങനെയാണ് ഫസ്റ്റ് അവിടെ ഒരു സ്മോദറിംഗ് ആണ് കാണുന്നത്. സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്, സ്മോദറിംഗ് ഉള്ള സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്. മൂക്കും വായും കുത്തി പിടിച്ചിട്ട് മർഡറാണെന്ന് പറഞ്ഞത്. ആശാവർക്കറുടെ ഇടപെടലാണ് സംഭവം പുറത്തറിയാൻ നിർണായകമായത്. കുഞ്ഞിനെ തൃപ്പൂണിത്തുറയിലുള്ള ദമ്പതികൾക്ക് വിറ്റുവെന്നാണ് ആശ ആദ്യം പറഞ്ഞത്. സംശയം തോന്നിയ ആശാവർക്കർ പഞ്ചായത്ത് അംഗത്തെയും പ്രസിഡന്റിനെയും വിവരമറിയിച്ചു. പിന്നീട് ഇവരാണ് പോലീസിൽ അറിയിച്ചത്. ആശയുടെ മൊബൈൽ ഫോണിൽ നിന്ന് വിളിച്ചാണ് രതീഷിനെ വീട്ടിലേക്ക് വരുത്തി കസ്റ്റഡിയിലെടുത്തത്. സംഭവം പുറത്തറിഞ്ഞതോടെ കുഴിച്ചിട്ട മൃതദേഹം പുറത്തെടുത്ത് കത്തിച്ചു കളയാനായിരുന്നു രതീഷിന്റെ ഉദ്ദേശം. എന്നാൽ ആശയുടെ ഫോണിൽ നിന്ന് വിളിച്ചു വരുത്തിയതോടെ ഈ പദ്ധതി പരാജയപ്പെട്ടു. രതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി. ആശയ്ക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരവും തെളിവ് നശിപ്പിച്ചതിനുമാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പഞ്ചായത്ത് അധികൃതർ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങി. ആലപ്പുഴ വലിയ ചുടുകാട് ശ്മശാനത്തിലാണ് മൃതദേഹം സംസ്കരിച്ചത്. ചങ്ങനാശ്ശേരി നഗരസഭാ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ബോട്ട് ജെട്ടിയുടെ തോടിന് സംരക്ഷണ ഭിത്തിയില്ലാത്തത് നിരവധി അപകടങ്ങൾക്ക് കാരണമാകുന്നു. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ്. 6 മാസങ്ങൾക്ക് മുമ്പാണ് വാഹന അപകടത്തിൽ തോടിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നത്. എന്നാൽ ഇത് പുനർനിർമ്മിക്കുന്നതിൽ അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ സംരക്ഷണ ഭിത്തി ഇല്ലാത്ത അവസ്ഥ വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിട്ടില്ല. 2 ദിവസങ്ങൾക്ക് മുമ്പ് മീൻ ലോഡുമായി എത്തിയ ലോറി ഇവിടെ അപകടത്തിൽപ്പെടുകയുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ സ്റ്റാൻഡ് ഭാഗത്തെ സംരക്ഷണ ഭിത്തിയും വിളക്കുതൂണും ഇടിച്ചു തകർത്ത് തണൽ മരത്തിൽ തട്ടി ലോറി തോട്ടിലേക്ക് വീഴാതെ നിന്നത് വലിയ അപകടം ഒഴിവാക്കി. അതേസമയം മരം ഒടിഞ്ഞ് തോട്ടിലേക്ക് വീഴുകയും ചെയ്തു. ഇപ്പോൾ മരം കൂടി ഇല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്.
ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറാകണമെന്ന് യൂത്ത് കോൺഗ്രസ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എം എ സജാദ് ആവശ്യപ്പെട്ടു. ചങ്ങനാശ്ശേരി വാഴൂർ റോഡിൻ്റെ സീറോ എൻഡിംഗ് പോയിൻ്റായ ബോട്ട് ജെട്ടിയുടെ പ്രദേശത്ത് കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് അപകടങ്ങളുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംരക്ഷണ ഭിത്തി കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു വാഹനാപകടത്തിൽ തകരുകയും അതിനുശേഷം ഇതുവരെയായിട്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ്. ഈ അപകടത്തിൻ്റെ എല്ലാം പ്രധാന കാരണമെന്ന് പറയുന്നത് ഒരു പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒരു പ്രധാന റോഡിൻ്റെ ആരംഭം അല്ലെങ്കിൽ അവസാനം ഇവിടെയാണ്. ഇവിടെ യാതൊരു വിധത്തിലുള്ള ദിശാ ബോർഡുകൾ അപകടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ദിശാ ബോർഡുകൾ സ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. ഇനിയും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരപകടം ഉണ്ടായി അതിന് വേണ്ടിയിട്ട് ഒരു നടപടി സ്വീകരിക്കാതിരുന്നതിനെ തുടർന്ന് വീണ്ടും അപകടങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ ഇത് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ നിസ്സംഗതയുടെ ഭാഗമായിട്ടാണ് അപകടം ഉണ്ടാകുന്നത്. ഇന്ന് അവിടെ ഒരു മരം ഉണ്ടായിരുന്നുകൊണ്ടാണ് അപകടം സംഭവിക്കാതെ അതിലിടിച്ച് നിന്നത്. ഇനി അവിടെ മരമില്ല. ഇനിയൊരു അപകടം ഉണ്ടായാൽ തീർച്ചയായിട്ടും ജീവഹാനി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായിട്ട് ഇവിടെ ദിശാ ബോർഡുകൾ സ്ഥാപിക്കണം. ഈ തകർന്ന ഭാഗം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാത്രികാലത്ത് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. റോഡ് നിരപ്പിൽ നിന്നും താഴെയുള്ള തോട് കാണാതെ അപകടം സംഭവിച്ചെന്ന് വരാം. പെരുന്ന ജംഗ്ഷനിൽ ചെല്ലാതെ AC റോഡ് ഭാഗത്തേക്ക് പോകാനും മാർക്കറ്റ് കാണാനും ധാരാളം പേരാണ് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ ഇവിടെ എത്തുന്നതും. ഇതെല്ലാം കണക്കിലെടുത്ത് അധികൃതർ എത്രയും വേഗം സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം ശക്തമായ സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നും എം എ സജാദ് അറിയിച്ചു. മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ മണ്ണിടിഞ്ഞ് താണ് വലിയ കുഴി രൂപപ്പെട്ടു. വടക്കേക്കരയിൽ അപ്രോച്ച് റോഡ് ആരംഭിക്കുന്ന ഭാഗത്താണ് ചൊവ്വാഴ്ച ഉച്ചയോടെ വലിയ ഗർത്തമുണ്ടായത്. അപകട സാധ്യത കണക്കിലെടുത്ത് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലത്തിന്റെ വടക്കേക്കരയിൽ അപ്രോച്ച് റോഡിന്റെ മധ്യഭാഗത്തായാണ് വലിയ കുഴി രൂപപ്പെട്ടത്. ഈ ഭാഗത്തെ മണ്ണ് ഇടിഞ്ഞു താണു പോവുകയായിരുന്നു. ആഴത്തിലുള്ള കുഴിയാണുണ്ടായത്. പാലത്തിന്റെ ഇരുകരകളിലെയും അപ്രോച്ച് റോഡുകൾ ഇടിഞ്ഞു താണതിനെ തുടർന്ന് അടുത്തിടെ ഉയർത്തി നിർമ്മിച്ച് ടാറിംഗ് പൂർത്തിയാക്കിയിരുന്നു. ഈ ഭാഗം തന്നെയാണ് വീണ്ടും തകർന്നത്. അപകട സൂചന നൽകാൻ കുഴിയിൽ നാട്ടുകാർ മരച്ചില്ലകൾ വെച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി നടന്ന സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് വൈകുന്നേരത്തോടെ താൽക്കാലികമായി മണ്ണിട്ടടച്ചു. എന്നാൽ അടിഭാഗത്തു നിന്നും മണ്ണ് പൂർണ്ണമായും ഇളകി മാറിയിട്ടുള്ളതിനാൽ ഇവിടെ വീണ്ടും വലിയ ഗർത്തം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ശാശ്വത പരിഹാരത്തിനുള്ള നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അഭ്യൂഹങ്ങൾക്ക് വിരാമം. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ന് നടത്തുവാൻ തീരുമാനം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അനിശ്ചിതത്വത്തിലായ നെഹ്റു ട്രോഫി വള്ളംകളി യാഥാർത്ഥ്യമാകുന്നതിലേക്കാണ് കാര്യങ്ങളുടെ തീരുമാനം. വള്ളംകളി ഈ മാസം 28-ന് നടത്തുവാൻ ബോട്ട് റേസ് സൊസൈറ്റി യോഗത്തിൽ തീരുമാനമെടുത്തതായാണ് ഒടുവിൽ കിട്ടിയ വിവരം. ഈ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോഴേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അന്തിമ തീരുമാനവും എത്തിയേക്കാം. ഏതായാലും വള്ളംകളി പ്രേമികളുടെ ശക്തമായ ആവശ്യത്തിനും പ്രതിഷേധത്തിനുമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന ദിവ്യശ്രീ സത്യവ്രത സ്വാമികളുടെ 99ാമത് സമാധി അനുസ്മരണവും ദേശാഭിമാനി TK മാധവന്റെ 139ാമത് ജന്മദിന സ്മരണാഞ്ജലിയും SNDP യോഗം ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം ശാഖയിൽ നടത്തി. ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം ആനന്ദാശ്രമം മുഖമണ്ഡപത്തിന്റെ ശിലാന്യാസം നിർവഹിച്ചതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് സത്യവ്രത സ്വാമികളായിരുന്നു. നിർമ്മാണം പുരോഗമിക്കവേ 1926 സെപ്റ്റംബർ 2-നായിരുന്നു സ്വാമികൾ സമാധിയായത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായ ദേശാഭിമാനി TK മാധവന്റെ ആദ്യകാല പ്രവർത്തനങ്ങളെല്ലാം ആനന്ദാശ്രമം കേന്ദ്രീകരിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനവും സെപ്റ്റംബർ 2-നായിരുന്നു. ഈ പ്രത്യേകതകൾ കണക്കിലെടുത്താണ് കഴിഞ്ഞ ദിവസം ആനന്ദാശ്രമത്തിൽ അനുസ്മരണ യോഗം ചേർന്നത്. ഇതിന്റെ ഭാഗമായി ശിവഗിരി മഠം സന്യാസ ശ്രേഷ്ഠൻ ശ്രീമദ് അസംഗാനന്ദഗിരി സ്വാമികളുടെയും ക്ഷേത്രം മേൽശാന്തി ജിബിലേഷ് ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ സമൂഹ പ്രാർത്ഥന നടത്തി. ശിവലിംഗദാസ സ്വാമികൾ അവസാനത്തെ പദ്യത്തിൽ പറയുന്നു: യസ്യ നഃ കൽപതേ സിദ്ധി പാദാംബുജരജോലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആരുടെ കാൽത്താമരകളിലെ പൂമ്പൊടികൾ ഞങ്ങൾക്ക് സിദ്ധിയെ പ്രദാനം ചെയ്യുന്നുവോ, ഞങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യങ്ങളും സിദ്ധിക്കണം,
അതെവിടെ നിന്നാണ് വരുന്നത്? ഏതൊരു മഹാഗുരുവിനെ അർച്ചന ചെയ്ത പുഷ്പങ്ങളിലെ പാദമലരുകൾ ശിരസിൽ ചൂടിയാൽ സിദ്ധിക്കായിക്കൊണ്ട് ഭവിക്കും എന്നാണ്. സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷം ചേർന്ന അനുസ്മരണ യോഗം SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട് ഉദ്ഘാടനം ചെയ്തു. ഗുരുവിൻ്റെ ദർശനത്തെയും ഗുരുവിൻ്റെ സന്ദേശത്തെയും സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുവാനും പ്രവർത്തന പദത്തിൽ എത്തിക്കുവാനും അക്ഷീണം പ്രയത്നിച്ച സത്യവ്രത സ്വാമികൾ, ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാമി വിവേകാനന്ദൻ എന്ന് തന്നെ അറിയപ്പെട്ടിരുന്ന സത്യവ്രത സ്വാമികൾ, സത്യവ്രത സ്വാമികളോട് വലിയ സ്നേഹവും അടുപ്പവും ഗുരുസ്വാമി കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. യോഗത്തിൽ ആനന്ദാശ്രമം ശാഖാ പ്രസിഡന്റ് TD രമേശൻ അധ്യക്ഷനായിരുന്നു. ചങ്ങനാശ്ശേരി യൂണിയൻ വൈസ് പ്രസിഡന്റ് PM ചന്ദ്രൻ, ശാഖാ സെക്രട്ടറി R സന്തോഷ് രവിസദനം, വൈസ് പ്രസിഡന്റ് GS സജിത് റോയ് എന്നിവർ സംസാരിച്ചു. 1923-ലും 28-ലും ഗുരുദേവൻ ഇവിടെ സന്ദർശനം നടത്തുകയും ആനന്ദാശ്രമം എന്ന പേര് ഈ ആത്മീയ കേന്ദ്രത്തിന് നൽകി എന്നതും SNDP യോഗത്തിൻ്റെ സംഘടനാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന TK മാധവൻ്റെ ആവശ്യപ്രകാരം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി 1934-ൽ ഇവിടെ എത്തി ആനന്ദാശ്രമം ഉദ്ഘാടനം ചെയ്തു എന്നതും ഒരു പ്രത്യേകതയായി ഇവിടെ നിലനിൽക്കുന്നു. പുളിങ്ങുന്ന് ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ കൃഷിഭവന് സമീപം വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും ശൗചാലയ സമുച്ചയങ്ങളും തയ്യാറായി. പഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സമയത്ത് തന്നെ പുളിങ്ങുന്ന് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയും അത് ഇത്ര ഭംഗിയായി പൂർത്തീകരിക്കുകയും ചെയ്ത ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടെയാണ് നമ്മളിവിടെ ആയിരിക്കുക. തീർച്ചയായിട്ടും നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രാധാന്യം. ടേക്ക് എ ബ്രേക്ക് കൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്കാണ് അതിൻ്റെ ആവശ്യം വരിക. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പുറയിലായിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ അറിയാതെ വഴി പോകുന്നവർക്ക് ഭയങ്കര യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അത് നമ്മളിവിടെ ഉണ്ട് എന്നുള്ളത് അറിയാതെ പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി താമസിയാതെ തന്നെ കെട്ടിടങ്ങൾ മാറ്റുമ്പോഴേക്കും അത് എല്ലാവർക്കും കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബശ്രീയിൽ തന്നെ വിളിച്ചു വരുത്തിയത് മനോജറിൻ്റെ വാർഡിൽ തന്നെ ഉള്ള കുടുംബശ്രീ അംഗങ്ങൾ തന്നെയാണ്. തീർച്ചയായും നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ നാളെ ഒരു തൊഴിലും കൂടെ ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു വിശ്രമ കേന്ദ്രവും ശൗചാലയം തന്നെയാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും ഈ സംരംഭം ഏറെ പ്രയോജനകരമാണ്. തട്ടാശ്ശേരി പാലം നമുക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലെ ഒരുപാട് പേര് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയങ്ങളിലൊക്കെ നമുക്കിത് ഒത്തിരി പ്രയോജനകരമായി മാറുമെന്ന് തന്നെയാണ് നമ്മളിപ്പം വിചാരിക്കും. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പത്മകുമാർ മനോജ് അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പത്മജ അഭിലാഷ്, ജോസഫ് മാമ്പൂത്ര, ഗ്രാമപഞ്ചായത്ത് അംഗം സനിത പ്രസാദ്, സെക്രട്ടറി ആഷ്ലി നായർ, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ആം ആദ്മി പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും വൃക്കരോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റ് വിതരണവും കഴിഞ്ഞ ദിവസം നടത്തി. AAP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ രാഷ്ട്രീയ പ്രസംഗം ഇവിടെ പറയാൻ ഒരു താല്പര്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊരു വേദിയല്ല. 23-ാം തീയതി നമുക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ ഒരു സ്റ്റേറ്റ് കൗൺസിൽ ഫിസിക്കൽ മീറ്റിംഗ് തൃശ്ശൂരിൽ വെച്ച് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് കഴിഞ്ഞ ഓൺലൈൻ മീറ്റിംഗിൽ നമ്മുടെ ഇതിനകത്തുണ്ടായിരുന്നതൊക്കെ ഓൺലൈൻ മീറ്റിംഗിൽ ഉണ്ടായിരുന്നിരിക്കുകയാണ്. അതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ശ്രീ തകർത്തയുമായിട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ മുമ്പോട്ട് വെക്കുന്ന 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒപ്പം 26 നിയമസഭാ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടും ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വെക്കുന്ന പോളിസി നമുക്ക് ഒരുപാട് ഐഡിയാസ് എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ഇത് ചെയ്യാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അതൊന്നുമല്ല, വളരെ വ്യക്തമായ ഒരു പോളിസി ഡിക്ലെയർ ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഈ കമ്മിറ്റി അധികാരത്തിൽ വരുന്ന സമയം നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു പ്രഭാരി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചർച്ച പൊതുവെ ഉയർന്നു വന്നു. നാഷണൽ കമ്മിറ്റിക്ക് സ്റ്റേറ്റ് കമ്മിറ്റിയോട് താല്പര്യമില്ല. കേട്ട ഒരു വിപ്ലവകരമായ വോയിസ് മെസ്സേജ്. ചടങ്ങിൽ പാർട്ടി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് രമേശൻ പാണ്ടിശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ്, ട്രഷറർ മോസസ് ഹെൻറി, സെക്രട്ടറി റെനി സ്റ്റീഫൻ, അഡീഷണൽ ട്രഷറർ സ്കറിയ മാത്യു, വനിതാ വിംഗ് ജോയിന്റ് സെക്രട്ടറി ഷീബ,
ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഷിനു ജോർജ് കരൂർ, മറ്റ് ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡയാലിസിസ് കിറ്റുകളും വിതരണം ചെയ്തു. ഗ്രീൻ കമ്മ്യൂണിറ്റി സ്ഥാപകൻ ആൻഡപ്പൻ അമ്പിയായത്തിൻ്റെ 50ാം ജന്മദിനം ആചരിച്ചു. ആൻഡപ്പൻ അമ്പിയായം സ്മാരക സമിതിയുടെയും കുട്ടനാട് നേച്ചർ സൊസൈറ്റിയുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ആൻഡപ്പൻ അമ്പിയായത്തിൻ്റെ 50ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ്. പരിസ്ഥിതി പ്രവർത്തനവുമായിട്ട് ഏറെ മുന്നിൽ നിന്ന് എവിടെ ഒരു മരം നടാൻ ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹം അത് ഫലപ്രദമാക്കുന്ന രീതിയിൽ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ അത് പ്രയോജനപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ അകാലത്തിൽ മരിച്ചതാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് എങ്ങനെ അത് പ്രചോദനമാകണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ ഓരോ പ്രവർത്തികളും ഇന്നും ഓരോ ജനങ്ങളുടെയും മനസ്സിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തിയാണ്. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഇവിടെ ഈ ഉദ്ഘാടനം നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് ജലം ഇവിടെ തരംഗം സൃഷ്ടിച്ച് ദീപവും തെളിച്ച് വളരെ മനോഹരമായി തന്നെ അദ്ദേഹത്തെ ഓർത്ത് കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിന് സമീപത്തു നിന്നും ശേഖരിച്ച ജലം എടത്വ പള്ളിക്ക് സമീപം പമ്പയാറ്റിൽ ആൻഡപ്പൻ അമ്പിയായം സ്മാരക സമിതി ജനറൽ സെക്രട്ടറി ബിൽബി മാത്യു കണ്ടാത്തിൽ മൺകൂജയിൽ നിന്നും പകർന്നു. നദികളും തോടുകളും സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് പരിശുദ്ധിയോടെ നൽകണമെന്ന ലക്ഷ്യത്തിലൂന്നി ആൻഡപ്പൻ അമ്പിയായം ആരംഭിച്ച ജലതരംഗം പരിപാടിയുടെ തുടർച്ചയായി പമ്പയാറ്റിൽ ജലതരംഗം ദീപങ്ങളും തെളിയിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആൻഡപ്പൻ അമ്പിയായം സ്മാരക സമിതി പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള അധ്യക്ഷനായിരുന്നു. എടത്വ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേഷ്മ ജോൺസൺ മുഖ്യ സന്ദേശം നൽകി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജി ജയചന്ദ്രൻ, കുട്ടനാട് നേച്ചർ സൊസൈറ്റി പ്രസിഡന്റ് ജയൻ ജോസഫ് പുന്നപ്ര, സെക്രട്ടറി അഡ്വക്കേറ്റ് വിനോദ് വർഗീസ്, പമ്പ ബോട്ട് റേസ് ക്ലബ്ബ് സെക്രട്ടറി പുന്നൂസ് ജോസഫ്, കൺവീനർ സജി കൂടാരത്തിൽ, മകം ജലോത്സവം കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുധീർ കൈതവന, അനിൽ അമ്പിയായം എന്നിവർ പങ്കെടുത്തു. പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ 2013 ജൂൺ 3 എറണാകുളത്ത് വെച്ച് നടന്ന ബൈക്ക് അപകടത്തിലാണ് പച്ചപ്പിന്റെ പ്രചാരകനായ ആൻഡപ്പൻ അമ്പിയായം ലോകത്തോട് വിട പറഞ്ഞത്. ബന്ദിപ്പൂക്കൾ വിളവെടുത്ത് ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കുറിച്ചി പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ. 27 ഗ്രൂപ്പുകൾ ചേർന്ന് 15 ഏക്കറിലാണ് ഇവിടെ ബന്ദിപ്പൂ കൃഷി. കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങളുടെ നേതൃത്വത്തിലും തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്നും ഹരിതകർമ്മസേന അംഗങ്ങൾ ചേർന്നും വ്യക്തി ഗുണഭോക്താക്കളും ഉൾപ്പെടെയാണ് ബന്ദിപ്പൂ കൃഷി ഇറക്കിയിരിക്കുന്നത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി തരിശു കിടന്നിരുന്ന ഭൂമിയിലാകെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള ബന്ദിപ്പൂക്കൾ കാണാനും ഫോട്ടോഷൂട്ടിനുമായുള്ള സന്ദർശകരുടെ തിരക്കാണ്. ഓണത്തിനൊരുകൊട്ട പൂവ് എന്ന ലക്ഷ്യത്തോടെ കുറിച്ചി ഗ്രാമപഞ്ചായത്ത് 2 ലക്ഷം രൂപ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവൻ മുഖേന ബന്ദിത്തൈകൾ വരുത്തി സബ്സിഡി നിരക്കിലാണ് കുടുംബശ്രീ CDSന് വിതരണം ചെയ്തത്. സർക്കാർ സ്ഥാപനമായ കെയ്ക്കോയിൽ നിന്ന് വാങ്ങിയ 50,000-ഓളം തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. പൂക്കൾ വിളവെടുപ്പ് നടക്കുന്നതറിഞ്ഞ് കച്ചവടക്കാരും ക്ഷേത്ര ഭാരവാഹികളും മറ്റും സ്ഥലത്തെത്തി വാങ്ങുന്നുണ്ടെന്നും മികച്ച ഓർഡറുകൾ പ്രതീക്ഷിക്കുന്നതായും കർഷകർ പറയുന്നു. പ്രദേശമാകെ ബന്ദിപ്പൂക്കൾ നിറഞ്ഞതോടെ വിപണി കണ്ടെത്തുന്നതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ് കുടുംബശ്രീയും പഞ്ചായത്തും. ഓണം അടുക്കുന്നതോടെ മികച്ച വില ലഭിക്കുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. 19ാം വാർഡിൽ നടന്ന പഞ്ചായത്ത് തലത്തിലുള്ള ബന്ദിപ്പൂ വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് സുജാത സുശീലൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KR ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രശാന്ത് മനന്താനം, കൊച്ചുറാണി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിജു പ്രസാദ്, ബിജു എസ് മേനോൻ, അനീഷ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6,670 രൂപ, പവന് 53,360 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.